അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മേടക്കൂറിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഒരു വശം അലച്ചിൽ അധികരിക്കുന്നത് പോലെയുള്ള ദോഷഫലങ്ങളും മറുവശം ഇപ്പോഴുള്ള ജോലിയേക്കാൾ മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാറ്റം ലഭിക്കുന്നത് പോലെയുള്ള അനുകൂല ഫലങ്ങളുമായിരിക്കും മേടക്കൂറുകാർക്ക് ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ചേർന്ന് പഠിക്കുവാനുള്ള അവസരം ലഭിക്കും. പക്ഷേ പഠനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണെങ്കിലും കുറഞ്ഞ ശമ്പളത്തിലോ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തോ ജോലി ചെയ്യേണ്ടതായ സാഹചര്യവും ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണിത്. കുറേ കാലമായി ഉള്ളിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ സഫലമാകും. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറയുന്നതുമാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. ഈ വർഷം ചിലവുകൾ അധികരിക്കുമെങ്കിലും അത് പൊതുവെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. വയസ്സിൽ മുതിർന്നവർക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം മേടക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂറിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു.